എന്റെ അമ്മയിലെ സക്കാത്ത് വാങ്ങാൻ പോയിട്ടുണ്ട്, അറിയാവോ? എന്നെ ഈ ഭക്ഷണം തരാൻ വേണ്ടിയിട്ട്. ഇത് മോശമായിട്ട് പോവാത്തൊരു സ്ത്രീയെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്നോട് ദേഷ്യം ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയരുത്. അത് ഭയങ്കര മോശമായിട്ടുള്ള ഈ സ്ത്രീയുടെ നാവിന്റെ ലൈസൻസ് ഇല്ലായ്മ കൊണ്ട് ഇവരെ പരിഹസിച്ച, ഇവരെ തെറി വിളിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരൊക്കെ എല്ലാവരും ഇല്ലെങ്കിൽ 90% ആണുങ്ങളുടെ മനസ്സറിഞ്ഞിട്ടുണ്ടാവും ഈ കരച്ചിൽ കണ്ടപ്പോൾ. ദീപക് മരിച്ചപ്പോൾ നെഞ്ചു നുറുങ്ങി കരയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് ദീപകിന്റെ അമ്മയാണ്. അവരൊരു സ്ത്രീയല്ലേ. ആ ഹൃദയം പൊട്ടി കരച്ചിലിനിടയിൽ വീണ്ടും വീണ്ടും പരിഹസിച്ച് സംസാരിച്ചു കൊണ്ട് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരുന്ന ഇവരല്ലേ. ആ അമ്മേന്റെ വേദന ഈ പെണ്ണ് കണ്ടിട്ടില്ലേ? മറ്റൊന്ന്, ഇവരൊരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഒരു വലിയ കണ്ണടയിൽ ഇട്ടിട്ട് കുറച്ച് മെലിഞ്ഞ സ്ത്രീ. അവരൊരു ഇന്റർവ്യൂവിൽ പറയാണ്, ദീപകിന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടപ്പം സങ്കടം തോന്നി, പക്ഷെ അച്ഛൻ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. ദീപക് ബസ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക പരിഹസിക്കല്. അതിൽ തന്നെ 100% മനസ്സിലാക്കാൻ പറ്റും വല്ലാത്ത പുരുഷ വിരോധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ പോകുന്ന കുടുംബത്തിനെ തമ്മിൽ തെറ്റിക്കാൻ ഇതുപോലെ പുരുഷ വിരോധം മൂത്ത കുറച്ച് ന്യൂജൻ ഫെമിനിസ്റ്റുകളുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് തമ്മാടിയായിട്ടുള്ള പുരുഷനുമായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എല്ലാ പുരുഷനെയും ഒരേ അളവ് പോലിട്ട് കാണാതിരിക്കുക. നിങ്ങളിനി ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ദീപകിന്റെ വീട്ടിലേക്ക് പോകണം. കാരണം ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ 1, 2, 3 ആൾക്കാരോടല്ല ഈ പരദൂഷണം പോലെ ദീപകിനെ പരിഹസിച്ചത്. ആ അമ്മയുടെ നെഞ്ചിൽ ആ ഞാഞ്ഞു കുത്തിയത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നിങ്ങളെ പല ഇന്റർവ്യൂസും കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ശാപം തട്ടാതിരിക്കണമെങ്കിൽ വേഗം ദീപകിന്റെ വീട്ടിൽ പോയിട്ട് അമ്മയുടെ കാല് പിടിച്ച് മുത്തിയിട്ട് ആ കണ്ണുനീർ കാലിൽ സമർപ്പിക്കുക. എന്നാലെങ്കിലും ആ അമ്മയുടെ ശാപം നിങ്ങളെ തട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്.